ഇതിനകത്ത് ഒരു ബോഡി മൂവ് ചെയ്യുന്ന യൂണിഫോം ആക്സലറേഷൻ നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു, പിന്നീട് ബി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. എ എന്ന് പറയുന്ന ബോഡിയിൽ യൂണിഫോം ആക്സലറേഷൻ ആകുമ്പം വെലോസിറ്റി ചേഞ്ച് ചെയ്ത് വരും, പക്ഷേ ആക്സലറേഷൻ സെയിം ആണ്. അന്നേരം ഇവിടുത്തെ എയിലെ ഇനിഷ്യൽ വെലോസിറ്റി യു, ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി വി, ബിയിലെ പിന്നീട് ടൈം ആകെ എടുത്തത് ടി ആണ്, ടൈം ടി ആണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്ത് വരും, പക്ഷേ ആക്സലറേഷൻ സെയിം ആണ്. അന്നേരം ഇവിടുത്തെ എയിലെ ഇനിഷ്യൽ വെലോസിറ്റി യു, ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി വി, ബിയിലെ പിന്നീട് ടൈം ആകെ എടുത്തത് ടി ആണ്, ടൈം ടി ആണ്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എസ്, എ തൊട്ട് ബി വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എസ്. അന്നേരം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, രണ്ട് ഇക്വേഷനാണ് എടുക്കേണ്ടത്. ഇതിനകത്ത് ആക്സലറേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. എന്നിട്ട് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിനകത്ത് രണ്ട് വെലോസിറ്റി ഉണ്ട്, യു ഉണ്ട്, വി ഉണ്ട്. അന്നേരം ആവറേജ് വെലോസിറ്റി കാണുന്നത് വി പ്ലസ് യു ബൈ 2. എന്നിട്ട് നമുക്കറിയാം വെലോസിറ്റി ഈസിക്കൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് എഴുതാം. അന്നേരം ഡിസ്പ്ലേസ്മെൻറ്റ് അത് നമ്മൾ പഠിച്ചത് എസ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ഇത് നോട്ട് ചെയ്യണം, ഇതൊന്ന് സൈഡിൽ എഴുതി വെച്ചേക്കണം. നമുക്കിനി ഡെറിവേഷനിലോട്ട് പോവാം. ആക്സലറേഷൻ്റെ ഇക്വേഷൻ അറിയാം. ആക്സലറേഷൻ എ ഈസിക്കൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. എന്നിട്ട് ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്? എ ഈസിക്കൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പം വി മൈനസ് യു ബൈ ടി. അങ്ങനെ ആണല്ലോ. നമുക്കിതിനെ ടി യെ മേളോട്ട് കൊണ്ടുപോകാം. അന്നേരം നമുക്ക് 80 എന്ന് കിട്ടും. അന്നേരം വി മൈനസ് യു ഈസിക്കൽ ടു ഇതാദ്യം എഴുതി എ ഇൻറ്റു ടി, 80. ഇത് ഇക്വേഷൻ നമ്പർ 1. അടുത്തത് നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്, എസ് ബൈ ടി. ഇതിനകത്തുനിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. എസ് ഈസിക്കൽ ടു നമ്മൾ പറഞ്ഞായിരുന്നു ആവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? വി പ്ലസ് യു ബൈ 2. അന്നേരം ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസിക്കൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. അന്നേരം എസ് ഈസിക്കൽ ടു ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് വി പ്ലസ് യു ബൈ 2 ഇൻറ്റു എന്താണ്? ടി ആണ്. ഇനി നമുക്കിതിനെ ഇക്വേറ്റ് ചെയ്യാം. അതായത് എസ് ഇവിടെ താഴെ 2 മാത്രമേ ഉള്ളൂ, ഈക്വലിൻ്റെ അപ്പുറം. അന്നേരം 2 ഇൻറ്റു എസ് എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പ് ടു എസ് ഈസിക്കൽ ടു വി പ്ലസ് യു ബൈ ടി. വി പ്ലസ് യു ഇൻറ്റു ടി. വി പ്ലസ് യു ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. വി പ്ലസ് യു ഇൻറ്റു ടി ഈസിക്കൽ ടു 2s. ഇക്വേഷൻ നമ്പർ 2. ഇനി അടുത്തത് മൾട്ടിപ്ലൈ
ഇക്വേഷൻ 1 ആൻഡ് 2. അതായത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക. ബി മൈനസ് യു ഇവിടെ എന്താണ്? വി പ്ലസ് യു ഇൻറ്റു ടി. ലെഫ്റ്റ് സൈഡ് ഗുണിക്കുക. ബി മൈനസ് യു ബി പ്ലസ് യു ഇൻറ്റു ടി. ഇനി റൈറ്റ് സൈഡ് എ ടി ഇൻറ്റു 2s. എ ടി ഇൻറ്റു 2s. അടുത്ത സ്റ്റെപ്പ് ഇത് സൈഡിൽ ഓർത്ത് വെക്കുക. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ എന്ത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമുല. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ ഒന്ന് നോക്കിയേ. ഇവിടെ എ പ്ലസ് ബി, ഇവിടെ എ മൈനസ് ബി. അന്നേരം എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എയുടെ സ്ഥാനത്ത് ആരാണ്? വി. ബിയുടെ സ്ഥാനത്ത് യു. അന്നേരം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് എഴുതാം. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. അടുത്ത സ്റ്റെപ്പ് ഈക്വലിൻ്റെ ഇപ്പുറം ടി അടപ്പുണ്ട്, ഈക്വലിൻ്റെ അപ്പുറത്തും ടി അടപ്പുണ്ട്. അന്നേരം ഇതിനെ പയ്യെ വെട്ടാം. ഇസിക്കൽ ടു എ ഇൻറ്റു 2s എന്നാണ് കിടക്കുന്നത്. അറേഞ്ച് ചെയ്യുമ്പം 2as. ഇത് ഇമ്പോർട്ടൻ്റ് ഡെറിവേഷനാണ്. ഇതിനകത്ത് അറിയേണ്ടത് ആക്സിലറേഷൻ. ഈ ആക്സിലറേഷൻ ഇക്വേഷൻ അറിയണം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ ഇക്വേറ്റ് ചെയ്യണം. ഇ മൈനസ് യു എ ടി ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അതിനകത്ത് നോട്ട് ചെയ്യണം, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ആവറേജ് വെലോസിറ്റിയാണ് ബി പ്ലസ് യു ബൈ 2. എന്നിട്ട് ഇതിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഇക്വേഷൻ 1ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുക. ലെഫ്റ്റ് സൈഡ് ചെയ്യുക, പിന്നെ റൈറ്റ് സൈഡ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുമ്പം ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.